स्टार्ट करते प्रभु। Okay. ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै ശ്രീഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് വൈശാഖ മാസം തുടങ്ങിക്കഴിഞ്ഞു. നമ്മള് ഭക്തരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ് വൈശാഖ മാസം. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസവും കൂടിയാണ് വൈശാഖ മാസം. അപ്പൊ വൈശാഖ മാസത്തില് ഒരുപാട് കാര്യങ്ങൾ, ഫെസ്റ്റിവൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ബോട്ട് ഫെസ്റ്റിവൽ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, വൈശാഖ മാസത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് നമുക്ക് അടുത്ത് വരാൻ പോകുന്ന അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അക്ഷയ തൃതീയക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് അക്ഷയ തൃതീയയിൽ അന്ന് തന്നെയാണ് നമ്മുടെ പരശുരാമസ്വാമി, അതായത് ഭഗവാന്റെ അവതാരങ്ങളിൽ ഒന്നായ പരശുരാമസ്വാമി അവതരിച്ചത് അക്ഷയ തൃതീയയിൽ എന്നാണ്. മാത്രമല്ല, വ്യാസദേവൻ മഹാഭാരതം ഗണപതി ഭഗവാനോട് പറഞ്ഞു തുടങ്ങിയതും അക്ഷയ തൃതീയൻ, അതായത് മഹാഭാരതം രചിച്ചു തുടങ്ങിയത് എന്നാണ് അക്ഷയ തൃതീയൻ എന്നാണ്. മാത്രമല്ല, പാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിച്ചത് ഈ ദിവസം തന്നെയാണ്. അക്ഷയ തൃതീയൻ എന്നാണ് പാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിച്ചത്. പിന്നെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് ബദ്രീനാഥ്, നമുക്കറിയാം ബദ്രീനാഥ് 12 മാസം 6 മാസം അടച്ചിട്ടതിന് ശേഷമാണ് 6 മാസം തുറക്കുന്നത്. അപ്പൊ ആ 6 മാസം, അതായത് ബദ്രീനാഥ് അടച്ചിട്ട് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് തുറക്കുന്നത് ഈ അക്ഷയ തൃതീയൻ എന്നാണ് ബദ്രീനാഥ് തുറക്കുന്നത്. പിന്നെ ജഗന്നാഥ് ഭഗവാൻ, നമുക്കറിയാം ഈ രഥയാത്ര വരാണ് ജഗന്നാഥ് ഭഗവാന്റെ. അപ്പൊ ആ രഥയാത്രയ്ക്ക് വേണ്ടിയുള്ള രഥം നിർമ്മിച്ചു തുടങ്ങുന്നത് അക്ഷയ തൃതീയൻ എന്നാണ്. പിന്നെ അതേപോലെ ഇനി വരുന്ന ഒരു 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതിലൊന്ന് ചന്ദൻ യാത്രയാണ്. ചന്ദൻ യാത്രയെ പറ്റി പറയുമ്പോൾ നമ്മൾ അക്ഷയ തൃതീയ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ നമുക്ക് അറിയാവുന്നത് ചന്ദൻ യാത്ര തുടങ്ങുന്നതിൻ്റെ ഇതാണ്. കാരണം ഇനി ഒരു 21 ദിവസത്തേക്ക്, അക്ഷയ തൃതീയ തൊട്ട് ഇനി ഒരു 21 ദിവസത്തേക്ക് നമ്മൾ എവിടെ ഇസ്കോൺ ടെമ്പിൾസിൽ പോയാലും നമുക്ക് അവിടെ ഭഗവാനെ ഫുൾ ചന്ദനത്തിൽ മൂടി കാണാം. അപ്പൊ നമ്മൾ പള്ളിച്ചല് പോയാലും അതേപോലെ നമുക്ക് എവിടത്തെ ഇസ്കോൺ ടെമ്പിൾസിൽ പോയാലും നമുക്കത് ഭഗവാനെ ഫുള്ള് ചന്ദനത്തിൽ മൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചന്ദൻ യാത്ര, അതുകൊണ്ട് ചന്ദൻ യാത്ര നടത്തുന്നത് ഇപ്പൊ നമുക്ക് എന്താ പറയാ, രാവിലെ കുളിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് ചൂടെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മള് ഒന്നിനി ഫാനിന്റെ മൂട്ടിപ്പോയിരിക്കും, അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ എസിയോ കൂളറോ ഇട്ട് അവിടെ നിൽക്കും, അല്ലെ. പക്ഷെ ഭഗവാന് വന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഭഗവാൻ നമ്മുടെ രൂപ ഡൈറ്റി ഫോമിലാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഭഗവാന് ഫാൻ ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ചൂടെടുത്ത് കൂളറിന്റെ മുമ്പിൽ നിൽക്കാനോ പറ്റില്ല. അപ്പം ഈ 21 ദിവസം നമുക്ക് ഇപ്പൊ ഭയങ്കര ചൂട് സമയമാണ്. അതായത് നമുക്ക് വെളിയിലോട്ട് കുറച്ചേരം ഉച്ച സമയത്ത് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. അപ്പൊ ഫാൻ ഇല്ലാതെ ഭഗവാൻ അവിടെ ഇരിക്കുമ്പോ ഭഗവാന് ഒന്ന് കുളിർക്കാൻ വേണ്ടി, ഭഗവാന്റെ ആ ഒരു ചൂട് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദൻ യാത്ര ചെയ്യുന്നത്. 21 ദിവസത്തേക്ക് ഭഗവാന് 21 ദിവസത്തേക്കെങ്കിലും ഭഗവാൻ നമ്മൾ ചന്ദൻ യാത്ര ചെയ്യുന്നത്. അപ്പൊ ചന്ദൻ യാത്ര യഥാർത്ഥത്തിൽ തുടങ്ങുന്നതെന്ന് പറയുന്നത് മാധവേന്ദ്രപുരി ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത്, ഗോവർദ്ധനിലെ ഭഗവാനെ ചാൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടാവും ഭഗവാന്റെ അടുത്ത്. അതായത് ഭഗവാൻ അദ്ദേഹത്തിനെ സഹായത്തിന് വിളിക്കുകയാണ്. മാധവേന്ദ്രപുരി, ഞാൻ ഒരുപാട് വർഷമായി ഗോവർദ്ധനിലെ ഈ സ്ഥലത്ത് ഞാൻ ഒരുപാട് വർഷമായി വെയിലും മഴയും ഒക്കെ ഏറ്റ് ഞാൻ ഇത് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ ഗോപാലിന്റെ ഈ വിളി കേട്ട് മാധവേന്ദ്രപുരി തൊട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റ് ആദ്യം പോകുന്നത് തന്നെ ഈ സ്ഥലത്താണ്. അപ്പൊ അവിടത്തെയുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി ആ മാധവേന്ദ്രപുരിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് അദ്ദേഹം അവിടെ കുഴിക്കുകയും അങ്ങനെ ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തെ, ഗോപാൽ വിഗ്രഹത്തെ പുറത്തെടുക്കുകയും ചെയ്യാണ്. എന്നിട്ട് ഗോവർദ്ധൻ തന്നെ അത് അവിടെ സ്ഥാപിക്കുകയും ചെയ്യാണ്. അപ്പൊ ഇത്രയും ദിവസം, അതായത് യുഗങ്ങളോളം ആ ഒരു വിഗ്രഹം അത് ആരാണ് ആദ്യം കൊണ്ടുവച്ചത്, അതിൽ എങ്ങനെയാണ് അതങ്ങനെ വീണത്, അതൊന്നും അറിയില്ല. അപ്പം അത്രയും വർഷത്തോളം ആ യുഗങ്ങളോളം ആ വിഗ്രഹം അതിന്റെ ഉള്ളിൽ കിടക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചൂടും മഴയും കാലാവസ്ഥ നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല, മാറി മാറി വരും. അങ്ങനെ ചൂടും മഴയും വേനലൊക്കെ ഏറ്റ ആ വിഗ്രഹം ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം ഭഗവാനല്ലേ, അപ്പം ഡേറ്റി ആയാലും അതിൻ്റെ ഉള്ളിൽ ആരാണുള്ളത്, ഭഗവാൻ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിഗ്രഹം ആദ്യം സ്ഥാപിക്കുന്ന സമയത്ത്
മണിക്കൂറുകളോളം എന്ത് ചെയ്യാണ് ഭഗവാനെ കുളിപ്പിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു ആ സമയത്ത്. അപ്പൊ കുളിപ്പിക്കുകയാണ്. അപ്പൊ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് വിഗ്രഹം അവിടെ വെക്കുകയാണ്. അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ മാധവേന്ദ്രപുരിക്ക് വീണ്ടും സ്വപ്നദർശനം ഭഗവാനുണ്ടാവും. എന്നെ വെള്ളം വെച്ച് കുളിപ്പിച്ചിട്ട് കാര്യമില്ല, കാരണം എനിക്ക് എന്റെ ചൂട്, എന്റെ ബോഡിയിൽ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജഗന്നാഥ് പുരിയിലെ ചന്ദനവും കർപ്പൂരവും കൊണ്ട് എന്റെ മുഖം ഫുള്ള്, എന്റെ ദേഹം ഫുള്ള് നീ അണിയിക്കണം എന്ന് പറയാണ്. അങ്ങനെ മാധവേന്ദ്രപുരി പിറ്റേന്ന് എഴുന്നേറ്റ് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ജഗന്നാഥ് പുരിയിൽ പോകണം. കാരണം വേറെ ചന്ദനം കിട്ടാത്തത് കൊണ്ടല്ല, എന്നാലും ഭഗവാൻ ജഗന്നാഥ് പുരിയിലെ ചന്ദനം വേണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ജഗന്നാഥ് പുരിയിലേക്ക് പോവാണ്. നമുക്കിപ്പോ ഇവിടുന്ന് ജഗന്നാഥ് പുരിയിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, ട്രെയിൻ വഴി പോവാം, ബസ് വഴി പോവാം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴി പോവാം, എങ്ങനെ രീതിയിൽ നമുക്ക് പോവാം. പക്ഷെ ആ സമയത്ത് മാധവേന്ദ്രപുരിക്ക് ഒരു മാർഗവുമില്ല, ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതായത് നടന്നു പോവുക എന്ന് പറയുന്ന ഒരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ഗോവർദ്ധനിൽ നിന്നും ജഗന്നാഥ് പുരിയിലേക്ക് നടക്കാൻ ആരംഭിക്കുകയാണ്. അപ്പൊ നടന്ന് അവസാനം ജഗന്നാഥ് പുരിയിൽ അദ്ദേഹം എത്താണ്. ഇത് ജഗന്നാഥ് പുരിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം യമുനാ തീരത്ത് വെച്ച് നമ്മുടെ ഗോപിനാഥിന്റെ ദർശനം എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഗോപിനാഥിന്റെ ദർശനം എടുക്കാൻ പോയപ്പോഴാണ് നമുക്ക് ആ കഥ അറിയാം. ഭഗവാൻ മാധവേന്ദ്രപുരിക്ക് വേണ്ടി അതായത് അവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രസാദമായിട്ടുള്ള ക്ഷീര ഭഗവാൻ മോഷ്ടിച്ച് വെക്കുന്നതും പിന്നീട് അത് മാധവേന്ദ്രപുരിക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെയാണ് ഭഗവാന് ക്ഷീർചോർ ഗോപിനാഥ് എന്ന് പറഞ്ഞ് അവിടെ പേര് വരുന്നത്. അപ്പൊ ആ ഒരു ലീല ഇതിനിടയ്ക്ക് ജഗന്നാഥ് പുരിയിലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് നടക്കുന്ന ഒരു ലീലയാണ് ഈ ക്ഷീർചോർ ഗോപിനാഥിന്റെ. അങ്ങനെ മാധവേന്ദ്രപുരി എങ്ങോട്ടേക്ക് പോവാണ്? ജഗന്നാഥിലോട്ട് പോവാണ്. അപ്പൊ ഈ ഒരു ലീല കഴിഞ്ഞിട്ട് മാധവേന്ദ്രപുരി അവിടെ ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയാണ്. അപ്പൊ മാധവേന്ദ്രപുരിക്ക് വന്നിട്ട് താൻ ഫേമസ് ആവുന്ന ഒട്ടും ഇഷ്ടമല്ല. അതിപ്പോ ഭഗവാന്റെ ഭക്തന്മാർക്ക് തങ്ങളുടെ ഭഗവാനാണ് ഏറ്റവും വലുത്. അപ്പൊ താങ്കളുടെ പ്രശസ്തിയും കാര്യങ്ങളൊന്നും അവർക്കൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മാധവേന്ദ്രപുരിക്ക് ഈ പ്രശസ്തിയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്യാണ്? ഭഗവാൻ തന്റെ ഭക്തന്മാരെ ഏറ്റവും കൂടുതൽ പ്രശസ്തിയാക്കാനാണ് ഭഗവാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധവേന്ദ്രപുരി ജഗന്നാഥ് പുരിയിൽ എത്തുന്നതിന് മുമ്പ് ഈ ക്ഷീർചോർ ഗോപിനാഥിന്റെ കഥയൊക്കെ ജഗന്നാഥ് പുരിയിലേക്ക് നേരത്തെ എത്തി. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും അദ്ദേഹത്തിനെ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ് ജഗന്നാഥ് പുരിയിൽ. മാത്രമല്ല അവിടുന്ന് അദ്ദേഹത്തിന് ആവശ്യത്തിനോളം എന്താണ് ചന്ദനവും പിന്നെ അതേപോലെ കർപ്പൂരവും കൊടുക്കുകയാണ്. അവിടുന്ന് ജഗന്നാഥ് പുരിയിൽ നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇനി ഇത് കൊണ്ട് ജഗന്നാഥ് പുരിയിൽ നിന്ന് തിരിച്ച് നടന്ന് എവിടെ എത്തണം? ഗോവർദ്ധനിൽ എത്തണം. അപ്പം നമുക്കറിയാം, നമ്മൾ ട്രെയിൻ വഴി പോകുമ്പോൾ തന്നെ നമുക്ക് 1-2 ദിവസം എടുക്കും. ഇപ്പൊ ഈ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഈ പുരിയിൽ പോകാൻ മിനിമം 2 ദിവസമെങ്കിലും എടുക്കും. അപ്പൊ കാല് വെച്ച് നടന്നു പോകുമ്പോ അറിയാലോ എത്ര ദിവസം എടുക്കും. അങ്ങനെ ഇത്രയും ദിവസം വീണ്ടും നടന്ന് തിരിച്ച് ഗോവർദ്ധനിൽ എത്തണം. അങ്ങനെ അദ്ദേഹം നടന്ന് തിരിച്ച് യമുന അവിടെ തന്നെ എത്തി. ക്ഷീർചോർ ഗോപിനാഥിന്റെ സ്ഥലത്തെത്തിയ സമയത്താണ് ഗോപിനാഥിന്റെ പേര് ക്ഷീർചോർ ഗോപിനാഥ് എന്ന് ആയി. അവിടെ ഉള്ളവരെല്ലാം അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഇത് അദ്ദേഹം അറിയുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ വിശ്രമിക്കുകയാണ്. ഗോപിനാഥിന്റെ അവിടെ തന്നെ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും സ്വപ്നദർശനം ഉണ്ടാവുകയാണ്. ഭഗവാൻ പറയാണ്, ഈ ഇവിടുത്തെ ഗോപിനാഥും അവിടുത്തെ ഗോവർദ്ധനിലെ ഗോപാലും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഇത്രയും ദൂരം നടന്ന് ഗോവർദ്ധനിൽ എത്തേണ്ട ആവശ്യമില്ല. ഈ ചന്ദനവും പിന്നെ അതേപോലെ കർപ്പൂരവും ഇവിടുത്തെ ഗോപിനാഥിന് തന്നെ തേച്ചാൽ മതി. കാരണം ഞാൻ തന്നെയാണ് രണ്ടും. ഇവിടുത്തെ ഗോപിനാഥ് തേച്ചാൽ അവിടെ തന്നെയാണ് എനിക്ക് കിട്ടാന്ന് പറയും. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ജഗന്നാഥ് പുരിയിൽ നിന്ന് കൊണ്ടുവന്ന അത്രയും വിശിഷ്ടമായിട്ടുള്ള ചന്ദനവും കർപ്പൂരവും ഭഗവാൻ എവിടെ തേക്കാണ്? ക്ഷീർചോർ ഗോപിനാഥിന്റെ മുഖത്ത് തേക്കാണ്. ഇദ്ദേഹം മുഴുവൻ തേക്കാണ്. അപ്പൊ ഇവിടെ തേക്കുമ്പോ അവിടുത്തെ ആ എന്താ പറയാ, ഗോപാലിന്റെ വിഗ്രഹം ഭയങ്കര ചൂടായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചന്ദനം തേക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം ഒക്കെ ആയി ഭഗവാൻ ഒന്ന് കൂളാവുകയാണ്. അങ്ങനെയാണ് 21 ദിവസത്തെ ചന്ദൻ യാത്ര. അക്ഷയ തൃതീയയിലാണ് ഈ കഥ ഇത് നടക്കുന്നത്. അങ്ങനെ അക്ഷയ തൃതീയ തൊട്ട് നമ്മൾ 21 ദിവസത്തേക്ക് നമ്മൾ ചന്ദൻ യാത്ര നടത്തുവാണ്. വളരെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ചന്ദൻ യാത്ര എന്ന് പറയുന്നത്. ഭയങ്കര വിശിഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചന്ദന യാത്ര ചെയ്യാം. നമുക്ക് നല്ല ചന്ദനം, നമ്മൾ സാധാരണ കിട്ടുന്ന ചന്ദനമല്ല, കുറച്ചുകൂടി വിശിഷ്ടമായിട്ടുള്ള ചന്ദനം. അതായത് എന്താ പറയാ, ഇപ്പോഴത്തെ ചന്ദനം എല്ലാം ഭയങ്കര കെമിക്കൽസ് ആണ്.
നമ്മളെ അമ്പലങ്ങൾ ടെമ്പിൾസിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ചന്ദനത്തിന്റെ ആ ഒരു ഇത് വാങ്ങിച്ച് അവർ ഒരച്ച് കൈകൊണ്ട് തന്നെ ഒരച്ചാണ് ഭഗവാന്റെ മുഖത്ത് തേക്കുന്നത്. അതാണ് കുറച്ചും കൂടെ നല്ലത്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചന്ദനം ഭയങ്കര കെമിക്കൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നമ്മൾ ഒരച്ചാണ് ഭഗവാനിൽ ഒരച്ചാണ് നമ്മൾ ഇത് അമ്പലത്തിലൊക്കെ ചെയ്യാം. അതേപോലെ നമുക്ക് ചെയ്യാം. അങ്ങനെ അത്രയും വിശിഷ്ടമാണ് ഈ അക്ഷയ തൃതീയയിൽ അന്ന് തുടങ്ങുന്ന ചന്ദന യാത്ര. അത് കഴിഞ്ഞ് ഇനി ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് സിംഹാചല നരസിംഹ സ്വാമി ക്ഷേത്രം. അതായത് ഈ സിംഹാചല നരസിംഹ സ്വാമി ക്ഷേത്രത്തിനെ പറ്റി ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ ഈ അക്ഷയ തൃതീയയിൽ അന്ന് ഭഗവാനെ നമുക്ക് ഒരു ദിവസമേ ദർശനം എടുക്കാൻ പറ്റൂ. യഥാർത്ഥ വിഗ്രഹം അവിടുത്തെ വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നരസിംഹ ഭഗവാനും വരാഹസ്വാമിയും കൂടെ ഒരുമിച്ചുള്ള വിഗ്രഹമാണ്. അതായത് അവിടുത്തെ വിഗ്രഹം മുഖം നരസിംഹ ഭഗവാൻ വരാഹസ്വാമിയുടെയും ബോഡി നരസിംഹ ഭഗവാന്റെയാണ്. അപ്പൊ ആ ഒരു വിഗ്രഹം അത് യഥാർത്ഥത്തിൽ പ്രഹ്ലാദ് മഹാരാജിന്റെ മുമ്പില് ഭഗവാൻ തന്നെ ദർശനം കൊടുത്തൊരു വിഗ്രഹമാണ്. ആ വിഗ്രഹം നമുക്ക് കാണണമെങ്കിൽ അതായത് ഒരു ദിവസമേ നമുക്കത് കാണാൻ പറ്റും. അത് ഈ അക്ഷയ തൃതീയയിൽ അന്നാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഒരു ദിവസം പിന്നീട് ഫുള്ള് അതായത് ബാക്കിയുള്ള എല്ലാ ദിവസവും ഈ ഒരു വർഷത്തിലെ ഈ അക്ഷയ തൃതീയയുടെ ദിവസം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസവും നമുക്ക് അവിടെ പോയാൽ നമ്മൾ വിചാരിക്കും അത് മഹാദേവന്റെ വിഗ്രഹമാണെന്ന്. കാരണം അത്രയും ചന്ദനം കൊണ്ട് 120 ടൺ ചന്ദനം കൊണ്ട് ആ വിഗ്രഹം മുഴുവൻ മൂടിയിരിക്കും. കാരണം അത്രയ്ക്ക് ചൂട് ഭഗവാൻ അവിടെ മൂടിയിരിക്കും. പക്ഷെ ഈ ഒരേ ഒരു ദിവസം ഈ അക്ഷയ തൃതീയയിൽ അന്ന് മാത്രം ആ ചന്ദനമൊക്കെ മാറ്റി നമുക്ക് ഭഗവാനെ യഥാർത്ഥത്തിൽ കാണാൻ പറ്റും. എന്നാൽ ഈ അക്ഷയ തൃതീയയുടെ അടുത്ത ദിവസം എല്ലാ ദിവസവും വയ്ക്കുന്നതിനേക്കാൾ 2 ഇരട്ടി ചന്ദനം കൊണ്ടാണ് ഭഗവാനെ ഫുള്ള് മൂടുന്നത്. നമുക്കത് കാണാനേ പറ്റൂല. അപ്പൊ ഒരിക്കൽ ആചാര്യർ ഈ സിംഹാചലത്തിൽ എത്തുന്ന സമയത്ത് ആ അമ്പലത്തിൽ ഭയങ്കര തർക്കമായിരുന്നു. ചിലര് പറയും കാരണം ഭഗവാന്റെ വിഗ്രഹം ഫുള്ള് ചന്ദനത്തിലാണ്. അപ്പൊ ചിലവര് പറയും ഇത് മഹാദേവന്റെ വിഗ്രഹമാണെന്ന്, ചിലവര് പറയും ഇത് മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണെന്ന്. അവിടെ അങ്ങനെ ഭയങ്കര അടിയായിരുന്നു. മഹാദേവനും മഹാവിഷ്ണു ആണെന്ന് പറഞ്ഞ് ഭയങ്കര അടിയായിരുന്നു. അപ്പൊ രാമാനുജാചാര്യന് അദ്ദേഹത്തിന് മനസ്സിലാവാണ് ഇത് ഭഗവാൻ. അപ്പൊ അങ്ങനെ മഹാദേവന്റെ അതായത് മഹാവിഷ്ണുവിന്റെ ആൾക്കാരെക്കാളും മഹാദേവന്റെ ആൾക്കാർ കൂടുതൽ പറയുന്നതുകൊണ്ട് തന്നെ അവിടെ മഹാദേവന്റെ രീതിയിലായിരുന്നു ആദ്യം പൂജ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ രാമാനുജാചാര്യൻ വന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മഹാവിഷ്ണുവും ഭഗവാന്റെ വിഗ്രഹമാണെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അവിടുന്ന് അതായത് ഡിവോട്ടീസിന് ചന്ദൻ മാറ്റി ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചന്ദനം മാറ്റുന്ന സമയത്ത് അതിൽ നിന്ന് ബ്ലഡ് വരാൻ അതായത് വിഗ്രഹത്തിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടുന്ന് ചന്ദനം മാറ്റിയില്ല, അതങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് മഹാവിഷ്ണുവിന്റെ രീതിയിൽ എന്താ പറയാ വർഷിപ്പ് ചെയ്യാൻ പറഞ്ഞു. അവർക്ക് മഹാവിഷ്ണുവിന്റെ രീതിയിൽ പൂജ നടത്താൻ പറഞ്ഞു. അപ്പൊ ഇത് നടക്കുന്ന അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവര് ഈ അക്ഷയ തൃതീയയിൽ അന്ന് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അദ്ദേഹം ഫുള്ള് ചന്ദനക്കണം അവിടുന്ന് മാറ്റിയ ഭഗവാന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫുള്ള് ചന്ദനത്തില് 120 ടൺ ചന്ദനത്തിൽ നമുക്ക് ആ ഒരു വിഗ്രഹം വളരെ വിശിഷ്ടപ്പെട്ട വിഗ്രഹമാണ്. കാരണം നരസിംഹ ഭഗവാൻ അത് ഭഗവാൻ സ്വയം ഉണ്ടാക്കിയ വിഗ്രഹമാണ് ഈ നരസിംഹ ഭഗവാനും വരാഹമൂർത്തിയായിട്ടുള്ള ഈ ഒരു വിഗ്രഹം. സിംഹാചല നരസിംഹ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷെ ഒരേ ഒരു ദിവസമേ നമുക്ക് ആ വിഗ്രഹത്തിന്റെ ദർശനം എടുക്കാൻ പറ്റൂ. അത് അക്ഷയ തൃതീയയിൽ എന്നാണ്. അതായത് പ്രഹ്ലാദ് മഹാരാജിനെ ഹിരണ്യകശിപു വളരെ രീതിയിൽ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. പല പല രീതിയിൽ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതിൽ ഒരു സമയത്ത് പ്രഹ്ലാദ് മഹാരാജന്റെ കൂടെ ഒരു വലിയ കല്ല് കെട്ടിയിട്ട് സമുദ്രത്തിലേക്ക് അതായത് വലിയൊരു കടലിലേക്ക് തള്ളിയിടും. അപ്പൊ ഈ തള്ളിയിടുന്ന സമയത്ത് പ്രഹ്ലാദ് മഹാരാജ് ഭഗവാനോട് പറയും അങ്ങയുടെ അടുത്ത് എത്തണമെന്നാണെങ്കിൽ എന്നെ എടുത്തോളൂ, അല്ലെങ്കിൽ അങ്ങ് എന്നെ വരെ രക്ഷിക്കൂ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് ഒരു രൂപം അതായത് പ്രഹ്ലാദ് മഹാരാജിനെ ആ കടലിൽ നിന്നും ഒരു രൂപം എടുത്ത് എന്ത് ചെയ്യാണ് തിരിച്ച് കരയിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഹിരണ്യകശിപുവിന്റെ വധം കഴിഞ്ഞതിന് ശേഷം പ്രഹ്ലാദ് മഹാരാജിന് മനസ്സിലായി കടലിൽ തന്നെ ആരെയാണ് എടുത്തു പൊക്കിയത്, വരാഹദേവനാണ് തന്നെ എടുത്തു പൊക്കിയതെന്ന് പ്രഹ്ലാദ് മഹാരാജിന് മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞ് ഒരു ദിവസം പ്രഹ്ലാദ് മഹാരാജ് സിംഹാചലം എന്ന സ്ഥലത്ത് പ്രഹ്ലാദ് മഹാരാജ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് അങ്ങ് എന്റെ അച്ഛനെ വധിച്ചതും അത് മാത്രമല്ല എന്റെ വലിയച്ഛൻ അതായത് ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വധിച്ച 2 രൂപങ്ങളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ പ്രഹ്ലാദ് മഹാരാജ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭക്തന്റെ ആഗ്രഹം ഭഗവാൻ ഒരിക്കലും കേൾക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ വന്നിട്ട് നരസിംഹ ഭഗവാന്റെയും വരാഹമൂർത്തിയുടെയും ഒരുമിച്ചുള്ള ഒരു രൂപം അത് ഈ
വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് സാധാരണ നരസിംഹ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഭയങ്കര ഇതാണ്. കാരണം ഭഗവാൻ എപ്പോഴാണ് ദേഷ്യം ആ ഒരു ഉഗ്രരൂപം വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഭഗവാൻ ഭയങ്കര ദേഷ്യം, നരസിംഹ രൂപേണ ഭഗവാൻ ഭയങ്കര ദേഷ്യത്തിലാണ്. പക്ഷെ വരാഹസ്വാമി ഭയങ്കര കൂൾ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നരസിംഹ ഭഗവാൻ ദേഷ്യവും പിന്നെ അതേപോലെ ഭയങ്കര എന്താ പറയാ ദേഷ്യവും പിന്നെ സമാധാനവും കൂടി ഒരുമിച്ച ഒരു വിഗ്രഹമാണ് എന്ത് സിംഹാചലത്തിലെ നരസിംഹദേവി സ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ അവിടെ പോവുകയും അവിടെ വെച്ചാണ് ശ്രീ നരസിംഹ ജയ നരസിംഹ എന്ന് പറഞ്ഞ ആ ഒരു ഇത് അവിടെ വെച്ചാണ് മഹാപ്രഭു എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആദ്യമായിട്ട് അവിടെ വെച്ചാണ് നമുക്കത് പറഞ്ഞു തരുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ സിംഹാചല നരസിംഹ സ്വാമി ക്ഷേത്രത്തിൽ ഈ ഒരു ദർശനം നമുക്ക് അക്ഷയ തൃതീയയിൽ അന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അക്ഷയ തൃതീയയിൽ. അത് നമ്മള് അക്ഷയ തൃതീയ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭക്തന്മാർക്കുള്ളതല്ലെന്ന്. അത് ഭക്തന്മാർക്കുള്ള ദിവസം തന്നെയാണ് അക്ഷയ തൃതീയ. കാരണം വൈശാഖ മാസത്തിൽ വരുന്നത് കൊണ്ട് തന്നെ വളരെ പ്രത്യേകതകളുള്ള ദിവസമാണ്. നമുക്ക് നമ്മുടെ ഭക്തി കൂടുതൽ ചെയ്യാനും ഭഗവാന് കൂടുതൽ സർവീസസ് ചെയ്യാനുമുള്ള ഒരു ദിവസം തന്നെയാണ് അക്ഷയ തൃതീയ. അതുകൊണ്ട് എല്ലാവരും വൈശാഖ മാസം മുഴുവൻ തന്നെ നമ്മൾ സർവീസ് ചെയ്യുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് ഈ അക്ഷയ തൃതീയ ദിവസം കൂടുതലും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളും സർവീസും കാര്യങ്ങളും പിന്നെ അറിയാലോ ചന്ദൻ യാത്ര തുടങ്ങുകയാണ്. അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഹരേ കൃഷ്ണ.